നല്ല ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള 2 ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒന്ന് ഒരു സൺസെറ്റ് മോക്ടെയിലും അടുത്തത് മെലൺ മിൻറ്റ് കൂളറും. കണ്ടു നോക്കാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. മെലൺ മിൻറ്റ് കൂളർ നമ്മുടെ ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ ബോഡി ഒന്ന് കൂളാക്കും. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. അതുണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ബ്ലെൻഡറിലേക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇടാം. മെഷറിംഗ് കപ്പിൽ നോക്കുവാണെങ്കിൽ ഏകദേശം 2 കപ്പ് ഇതേപോലെ ക്യൂബ് ചെയ്ത് വെച്ചേക്കുന്ന വാട്ടർമെലൺ, അതിലേക്ക് ചെറിയൊരു പിടി മിൻറ്റ്, ഒരു കാന്താരി മുളക്, ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഒരു കാന്താരി മുളക്, കാൽ ടീസ്പൂണിൻ്റെ പകുതി ബ്ലാക്ക് സോൾട്ട്, പുളി ആവശ്യത്തിന് ചേർക്കാം. ഞാൻ ഒരു അരനാരങ്ങയുടെ നീര്, വലിയ നാരങ്ങയാണ്. പഞ്ചസാര ഒരു 3 ടീസ്പൂൺ. ഞാൻ ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്തു. പഞ്ചസാര ഇല്ലാണ്ടേ നമുക്ക് വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കാം. ഇങ്ങനെ അരിച്ച മിക്സ്ചർ വേണമെങ്കിൽ അരിപ്പേ കൂടെ തള്ളി ക്ലിയർ ആക്കി എടുക്കാം. ഞാൻ ഡയറക്റ്റ് തന്നെ ചേർക്കാം. ഒരു ഗ്ലാസ്സിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സ്, ഇടയ്ക്ക് കടിക്കാനായിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത് വാട്ടർമെലനോട് ചേർക്കാം. മിൻറ്റ് ലീഫ് വെച്ച് ഗാർണിഷ് ചെയ്യാം. അടുത്ത റിഫ്രഷിംഗ് ഡ്രിങ്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മോക്ടെയിലാണ്, സൺസെറ്റ് മോക്ടെയിൽ. അതിനായിട്ട് ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് ജ്യൂസുകളെല്ലാം അസംബിൾ ചെയ്യാം. ഒന്നര ടീസ്പൂൺ ലൈം ജ്യൂസ്, അതിലേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സ് ചേർക്കാം. മിൻറ്റിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങാനായിട്ട് ചെറുതായിട്ട് ഞെരടിയിടാം, മഡിൽ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് ഷുഗർ സിറപ്പ് ചേർക്കാം. ഷുഗർ സിറപ്പ് ഞാൻ ചേർക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂണാണ്. ഇനി ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് ചേർത്ത ശേഷം, ഓറഞ്ച് ജ്യൂസ് ഞാൻ ഒരു 1/4 കപ്പും അതിൻ്റെ ഒരു പകുതിയും കൂടെ ചേർത്തു, ഒരു 1/8 കൂടെ എക്സ്ട്രാ ചേർത്തു. ഇത്രയും ചേർത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് ഐസ് ഇടാം. അതിലേക്ക് കുറച്ച് സോഡ ചേർക്കാം. ടോപ്പ് ചെയ്യാനായിട്ട് കുറച്ച് വാട്ടർമെലൺ ജ്യൂസ്. ഇതാണ് നമ്മുടെ സൺസെറ്റ് മോക്ടെയിൽ. അപ്പോൾ സൺസെറ്റ് മോക്ടെയിൽ ഇതേപോലെ ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിൽ കാണാം. നമുക്കൊരു ഒന്നെങ്കിൽ ഓറഞ്ചിൻ്റെ ഒരു സ്ലൈസ് വെക്കാം, അല്ലെങ്കിൽ ലൈം സ്ലൈസ് വെച്ച് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ, എന്നാൽ ആ ഫ്ലേവർ എല്ലാം കൂടെ വരിക. ഇതേപോലെ സെർവ് ചെയ്യാം. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ മെലൺ മിൻറ്റ് കൂളേഴ്സും
ഈ 2 ഡ്രിങ്ക് ഈ സമ്മറിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, നല്ല റിഫ്രഷിംഗ് ആണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.